വെൽക്കം ടു ജെസീസ് ടേസ്റ്റി പാൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള ഒരു കട്ട്ലറ്റുമായിട്ടാണ്. ഞാൻ സാധാരണ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് പോലെയല്ല ഇത് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ റവ ഉപയോഗിച്ചിട്ടാണ് ഈ കട്ട്ലറ്റ് ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കട്ട്ലറ്റ് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് സവാള എല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 പച്ചമുളക് ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ആവാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. സവാള ഗോൾഡൻ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഞാൻ തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 ടേബിൾ സ്പൂൺ ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാം. ഗ്രീൻ പീസ് വേണ്ടവർക്ക് ഗ്രീൻ പീസ് ചേർക്കാം. അതുപോലെ ബീറ്റ്റൂട്ട് വേണമെങ്കിൽ ബീറ്റ്റൂട്ടും ചേർക്കാം. ബീറ്റ്റൂട്ടൊക്കെ ചേർക്കുമ്പോൾ നല്ല കളറായിരിക്കും, കാണാൻ നല്ല ഭംഗിയും ഉണ്ടാകും, കുട്ടികൾക്ക് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഞാൻ ഇതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് ചേർക്കുമ്പോൾ വേവിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്, എന്നാലേ ശരിയാവുള്ളൂ. അല്ലാതെ ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വെന്ത് കിട്ടില്ല. അപ്പോൾ അത് ആദ്യം തന്നെ വേവിച്ചിട്ട് ചേർക്കാം. ഇനി ഇതൊന്ന് ഒരു 3-4 മിനിറ്റ് നമുക്ക് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും എല്ലാം പച്ച ചുവ ഒന്ന് മാറി കിട്ടണം. ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇനി ഇതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് പാകത്തിന് ഉപ്പുണ്ടോയെന്ന് നോക്കണം. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. റവ ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കരുത്, കുറച്ച് കുറച്ചായിട്ട് ഇട്ട് ഇളക്കി കൊടുക്കണം. ഒറ്റയടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കട്ട പിടിച്ച് പോവും. അപ്പോൾ ആദ്യം കുറച്ചിട്ട് കൊടുക്കുക, നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക, എന്നിട്ട് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നീട് ഇതിലേക്ക് ഉപ്പ് ചേർക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി നമുക്ക് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് വെള്ളമെല്ലാം വറ്റി വരണം. നല്ല മിക്സ് ചെയ്തെടുക്കണം. ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. റവ ഒന്ന് വെന്ത് കിട്ടണം. വറുത്ത റവ വേണമെങ്കിൽ ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് നമുക്കിങ്ങനെ ഉടച്ചുടച്ച് കൊടുക്കാം. കട്ടയില്ലാതെ ഇളക്കിയെടുക്കണം. സാധാരണ നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കുന്ന കട്ട്ലറ്റിനെക്കാട്ടി നല്ല ടേസ്റ്റാണിത്. റവ കൊണ്ടൊന്നും ആരും ചെയ്ത് നോക്കാറില്ല, പക്ഷേ ഇത് ഒരു തവണ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് ഞാനൊരല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയിലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തേക്കുക. മല്ലിയിലയൊക്കെ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം ഇഷ്ടമുള്ളവർക്ക്. ഇനി ഒരുപാട് സമയം വെക്കേണ്ടതില്ല. ഞാനിവിടെ തീ ഓഫാക്കിയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മളിത് ഉരുട്ടിയെടുക്കുന്നത്. ഇനി അത് തണുക്കുമ്പോഴേക്കും നമുക്ക് ഇതിനായിട്ട് കുറച്ച് മൈദ കലക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും അല്പം വെള്ളം ചേർത്ത് കലക്കിയെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ കട്ട്ലറ്റ് മുക്കിയെടുക്കാനായിട്ടാണ്. നമ്മൾ സാധാരണ ഉരുളക്കിഴങ്ങ് കൊണ്ട് ചെയ്യുമ്പോൾ കോഴിമുട്ടയാണ് ചേർക്കാറ്. അതിന് പകരമായിട്ടാണ് നമ്മളിവിടെ മൈദ കലക്കിയെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് ചെറിയ ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ട് നമുക്കിതിനെ ഉരുട്ടി കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ ഇഷ്ടം ആ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്.
അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാം ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ കട്ട്ലറ്റ് എടുത്ത് ഈ മൈദയിൽ മുക്കിയിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അതുപോലെ ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ മൈദയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഡീപ് ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഓയിൽ നല്ല ചൂടായതിന് ശേഷം നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കട്ട്ലറ്റ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. നല്ല ചൂട് വേണം ഓയിൽ, അല്ലെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കട്ട്ലറ്റ് ഓയിൽ കുടിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് നല്ല ചൂടായിരിക്കണമെന്ന് പറയുന്നത്. ഇതിന് നന്നായിട്ടൊന്ന് ഒരു സൈഡ് ഫ്രൈ ആയി വരട്ടെ. അതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ശരിക്കും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമ്മൾ പൊട്ടറ്റോ ഉപയോഗിച്ച് ചെയ്യുന്ന കട്ട്ലറ്റിനെക്കാട്ടിയും എത്രയോ ടേസ്റ്റ് കൂടുതലാണ് ഇതിന്. പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാൻ നല്ലതാണ്. തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഇതുപോലെ ചെയ്ത് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഒരുപാട് ജോലിയൊന്നുമില്ല. നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് ചെയ്യുമ്പോൾ ചിക്കന് വേണം, അല്ലെങ്കിൽ ബീഫ് വേണം, അത് വേവിച്ചെടുക്കണം. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഒരുപാട് എണ്ണ ഒന്നും കുടിക്കില്ല. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള റവ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കണം. കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ ടിഫിനിലെല്ലാം വെച്ച് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. അതുപോലെ തന്നെ വൈകുന്നേരമൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി കാണാം. അതുകൂടി ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ പുതുതായിട്ട് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ.